നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ജിമ്മിൽ പോകുന്ന ആളുകൾ, നാച്ചുറൽ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളും, പിന്നെ അതേപോലെ തന്നെ ജിമ്മിൽ പോകുന്നത് പ്ലസ് ഒരു ആത്ലറ്റ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ബോഡി ടൈപ്സ് ആണ് ഇത് രണ്ടും. കുറേ പേർക്ക്, ജിമ്മിൽ പോകാത്ത കുറേ പേർക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നാം, ജിമ്മിൽ പോകുന്ന ഇയാളെന്താ ഇങ്ങനെ കൊഴുത്തിരിക്കുന്നത്, പക്ഷെ ഒരു ആത്ലറ്റിനെ നോക്കിയാൽ അയാൾ ഒരു ഹണ്ടർ ഗാദർ ബോഡി പോലെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ജിമ്മിൽ പോകുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ടുള്ള ബോഡി, ഒരു ആത്ലറ്റിന് പ്രത്യേകമായിട്ടുള്ള ബോഡി, അതെന്താ അങ്ങനെ വരുന്നത്? ജിമ്മിൽ പോകുന്ന ആളുകൾ നന്നായിട്ട് കലോറിയൊക്കെ ബേൺ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആത്ലറ്റ്സും അതുപോലെ കലോറി ബേൺ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും ബോഡി എന്താ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്? ഞാനിവിടെ കുറച്ച് ആത്ലറ്റ്സിൻ്റെ വീഡിയോ കാണിക്കാം. ഈ വീഡിയോയിൽ ഡിഫറൻസ് ഉണ്ട്. ഈ വീഡിയോയിൽ ഒരു സൈഡിൽ മൊത്തം നമ്മൾ ആത്ലറ്റിക് ആയിട്ടുള്ള ആളുകളുടെ ബോഡി, ഒരു സൈഡിൽ ജിമ്മിൽ പോകുന്ന ആളുകളുടെ മാത്രം ബോഡി. അപ്പോൾ ഈ ആത്ലറ്റിക് ആയിട്ടുള്ള ബോഡി നമുക്ക് സാധാരണ നമ്മുടെ ഇന്ത്യയിലൊക്കെ പണി ചെയ്യുന്ന ആളുകളെയും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. കാരണം അവരും ഒരു ആത്ലറ്റിക് ആയിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. അവർ ജിമ്മ് പോലെ പ്രത്യേക മസിൽസിന് വർക്കൗട്ട് ചെയ്യുന്ന പണിയല്ല ചെയ്യുന്ന, ആത്ലറ്റിക് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ജിമ്മിൽ പോകുന്ന ആളുകളെയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഡിഫറൻസ് അറിയാൻ പറ്റും. നമുക്കിത് മനസ്സിലാക്കാൻ ആദ്യം ജിമ്മിൽ പോകുന്ന ആളുകളെ എടുക്കാം. ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ എന്ന് പറയുമ്പം അവർക്ക് എന്തെങ്കിലും വർക്കും ബിസിനസ്സൊക്കെ കാണും. അപ്പോൾ അവർ നല്ല കമ്മിറ്റഡ് ആയിരിക്കും. അവർ നല്ല മറ്റുള്ള ആളുകൾ 99% ആളുകളെ പോലെ ആയിരിക്കില്ല. അവർ 1% ക്ലബിലുള്ള ആളുകളായിരിക്കും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരിക്കും. ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും ജോലി ആണെങ്കിലും സ്റ്റഡി ആണെങ്കിലും അതേ കമ്മിറ്റ്മെൻറ്റ് അവർ ജിമ്മിന് കൊടുക്കും. അപ്പം അവർ ബാക്കിയുള്ള ടൈമൊക്കെ അവർ ചിലപ്പം ഇരുന്ന് ചെയ്യുന്ന വർക്കായിരിക്കും. വീട്ടിലാണെങ്കിലും ബിസിനസ്സിൻ്റെ ഏരിയയിലാണെങ്കിലും സ്റ്റഡി ആണെങ്കിലും എല്ലാം ഇരുന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ അവർ വർക്കൗട്ട് ചെയ്യുന്ന ബോഡി അനങ്ങുന്നത് ജിമ്മിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം ജിമ്മിൽ എന്തോ നടക്കുന്നത്, ഓരോ മസിൽ ഗ്രൂപ്പിന് വർക്കൗട്ട് ചെയ്യാനുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം ബൈസെപ്സിനാണെങ്കിലും ട്രൈസെപ്സിന് തന്നെ 3-4 തരം വർക്കൗട്ട് ഉണ്ട്. അങ്ങനെ 3-4 തരം ട്രൈസെപ്സ് മസിൽസിനും അത് പിടുത്താൻ പറ്റും. അങ്ങനെ വരുമ്പം ആ മസിലിന് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. ഗ്രോ മാത്രമല്ല, ബിഗ്ഗർ വിത്ത് നല്ല ഷേപ്പും കൂടി വരും. അപ്പം അങ്ങനെ തോന്നുമ്പം അങ്ങനെ എല്ലാ മസിൽസിനും ബോഡി ഫുൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പം ഇവർ നല്ല ബോഡി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര അതിശയം തോന്നാം. അവനെ കണ്ടാൽ നമുക്കറിയാം അവൻ ജിമ്മിൽ പോയി ബിൽഡ് ചെയ്ത് ഉണ്ടാക്കിയ ബോഡിയാണ്. അതുമാത്രമല്ല, കൂടുതൽ കലോറി ഇൻടേക്ക്. ഇവർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കലോറി വേണം. പിന്നെ മസിൽ ബിൽഡ് ചെയ്യാൻ കലോറി സർപ്ലസിൽ പോകണം. കലോറി സർപ്ലസ് എന്ന് പറയുമ്പോൾ മെയിൻ്റെനൻസ് കലോറി ഉണ്ടല്ലോ. നമ്മൾ മെയിൻ്റെനൻസ് കലോറി നമ്മൾ ഫുഡ് കഴിച്ചു പോയാൽ എന്ന് വെച്ചാൽ ഡെയിലി ഒരേ രീതിയിൽ ഭക്ഷണം കഴിച്ചു പോയാൽ നമ്മുടെ വെയിറ്റ് നോർമലായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് 2200 കലോറി കഴിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ വെയിറ്റ് 65 കിലോ തന്നെ ആയിരിക്കും. ഞാൻ അതിൽ കൂടുതൽ കലോറി എപ്പോൾ കഴിച്ചു തുടങ്ങുന്നു അപ്പോൾ എൻ്റെ വെയിറ്റ് ഈ 65, 66, 67 കൂടിപ്പോകും. അങ്ങനെ കലോറി സർപ്ലസിൽ പോകുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ മസിൽ ഗ്രോ ചെയ്യാൻ ചാൻസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പം ജിമ്മിൽ പോകുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ജിമ്മിൽ പോകുമ്പോൾ അവർക്ക് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യും, നന്നായിട്ട് കലോറി ഇൻടേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം അവർക്ക് ഓരോ മസിൽസിനും വർക്ക് കിട്ടുന്നുണ്ട്, ആ മസിൽസ് നന്നായിട്ട് ഗ്രോ ആവുകയും ചെയ്യും. പിന്നെ അവർ വേറെ പണിയും ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് മസിൽ ലോസ് വരത്തില്ല, അവർക്ക് വലിയ കാർഡിയോ വർക്കൗട്ട് വരുന്നില്ല. അപ്പോൾ അവരുടെ ബോഡിയിൽ ചെറിയ ചെറിയ ഫാറ്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വന്ന് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് മസിൽ ഡെഫിനേഷനും ആ ഫാറ്റും കൂടി വരുമ്പം ഇവരുടെ ബോഡി ഭയങ്കര വലുതായിട്ട് തോന്നും, ഒരു അൺനാച്ചുറൽ ലുക്ക് തോന്നും. പക്ഷെ അവർ നാച്ചുറലാണ്, അവർ ഹെൽത്തിയാണ്. പിന്നെ ഇതിൽ തന്നെ 3 തരം ബോഡിയുണ്ട്: മെസോമോർഫ്, എൻഡോമോർഫ്, എക്ടോമോർഫ്. ഇപ്പം ഈ 3 ടൈപ്പായിട്ടുള്ള ആളുകളാണ്. ഇപ്പം ജനറ്റിക്സ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. മെസോമോർഫ് എന്ന് പറയുമ്പം അത്യാവശ്യം നല്ല ജനറ്റിക്സ് ആണ്. ഇവർക്ക് കുറച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല മസിൽ വരും. അപ്പം ഇങ്ങനെയുള്ളവരുടെ ബോഡിയാണ് ഈ മെസോമോർഫ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 3 ബോഡി ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരുടെ ബോഡി മാറും. ഇനി നമുക്ക് ആത്ലറ്റ്സിൻ്റെ കേസിലേക്ക് വരാം. ഇപ്പം ഒളിമ്പിക് ആത്ലറ്റ്സ് ആണെങ്കിലും 100 മീറ്റർ ഓടുന്ന ആളുകളാണെങ്കിലും ബോക്സേഴ്സ് ആണെങ്കിലും കിക്ക് ബോക്സേഴ്സ് ആണെങ്കിലും മാർഷൽ ആർട്സിലൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും ടെന്നീസ് പ്ലേയേഴ്സ് ആണെങ്കിലും ഇവരുടെ ബോഡി ജിമ്മിൽ പോകുന്ന ആളുകളെക്കാൾ അപേക്ഷിച്ച് ഭയങ്കര ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവരുടെ ബോഡി കറക്റ്റ് ഒരു ഹണ്ടർ ഗാദർ ബോഡിയാണ്. ഒരു ഹണ്ടർ ഗാദർ ബോഡിക്ക് ഏറ്റവും എക്സാമ്പിളാണ് ഈ ആത്ലറ്റ്സിൻ്റെ ബോഡി. ഇപ്പോഴത്തെ ബോഡി കണ്ടാൽ നമുക്കൊരു ഗ്രീക്ക് ഗോഡ്, ആ ഒരു അത്യാവശ്യം വണ്ണമൊന്നും കണ്ടില്ല. നമ്മുടെ വയറിൻ്റെ അവിടെ വരുമ്പം അത്യാവശ്യം ഇത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഒരു സ്ലിം ആയിട്ട് തോന്നും. മുകളിലേക്ക് വരുമ്പോൾ വി ഷേപ്പിൽ തോന്നും. പക്ഷേ ജിമ്മിൽ പോകുന്നവർക്കും വി ഷേപ്പ് ഉണ്ട്, പക്ഷെ അതൊരു ഭയങ്കര വലിയ വി ഷേപ്പാണ്. പക്ഷേ ഇത് ചെയ്യുന്നവർക്ക് നമുക്ക് നാച്ചുറൽ ലുക്ക് തോന്നും. നമുക്കൊരു നാച്ചുറൽ ലുക്ക് മാത്രമല്ല, നല്ലൊരു ബ്യൂട്ടിയും കൂടി തോന്നും. കാരണം അതൊരു ഹണ്ടർ ഗാദർ ബോഡിയാണ്. നമ്മുടെ ജീനിൽ ഇങ്ങനെ ഒരു ബോഡി കണ്ടാൽ നമുക്ക് അട്രാക്ഷൻ ആകും. അങ്ങനെ ഒരു സംഭവം ഉണ്ട് സത്യത്തിൽ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഉള്ളൊരു ബോഡിയോടായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത്, ഈ ഒരു ആത്ലറ്റിക് ആയിട്ടുള്ള ബോഡിയിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് പരസ്യം നോക്കിയാലും, ഇപ്പം നിങ്ങൾ ഇന്നർവെയർ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പോസ്റ്റൊക്കെ കണ്ടാലും ആ ഒരു പോസ്റ്റൊക്കെ ഏറ്റവും കൂടുതൽ അവർ
കാണിച്ചിരിക്കുന്നത് ഈ ഹണ്ടർ ഗ്യാദർ ബോഡിയുള്ള മോഡൽസിനെയാണ്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അധികം വണ്ണമൊന്നും ഇല്ലാത്ത, എന്ന് വെച്ചാൽ അത്യാവശ്യം ഫിറ്റ് ആയിട്ടുള്ള ഒരു ഹണ്ടർ ഗ്യാദർ ബോഡി ആയിരിക്കും കാണിക്കുന്നത്. അതൊരു അത്ലറ്റിക് ഫിഗറാണ്. ഇപ്പം നിങ്ങൾ ഹോളിവുഡ് ആക്ടേഴ്സിനൊക്കെ എടുത്താൽ നല്ലൊരു ഹണ്ടർ ഗ്യാദർ ബോഡിയുള്ളത്. ഇപ്പം ഈ ജെയ്ക്കിനെ എടുത്താലും ബ്രാഡ് പിറ്റിനെ എടുത്താലും പിന്നെ എമിലി ബ്ലണ്ടിനെ എടുത്താലും റിബേക്ക ഫെർഗൂസിനെ എടുത്താലും ഇവർക്കൊക്കെ നല്ലൊരു ഹണ്ടർ ഗ്യാദർ ബോഡിയുള്ളത്. ഈ ഒരു ബോഡി ടൈപ്പാണ് സത്യത്തിൽ നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ബോഡി ടൈപ്പ്. പക്ഷെ നമ്മൾ മാർവൽ ഹീറോസായ ക്രിസ് ഹെംസ്വർത്തിനെ, ക്രിസ് ഇവാൻസിനെ, ക്രിസ് പ്രാറ്റിനെ ഇവരെയൊക്കെ എടുത്ത് നോക്കി ഇവർക്കൊക്കെ ഒരു ജിമ്മിൽ പോകുന്ന ബോഡിയാണ്. ഇവർ അത്ര അത്ലറ്റിക് ആണ്. പക്ഷെ ഇവർ ഏറ്റവും കൂടുതൽ ഒക്കെ അവരുടെ ബോഡി കണ്ടറിയാം. അവർ ഭയങ്കരമായിട്ട് ജിമ്മിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഇപ്പം ആളുകൾക്ക് മൊത്തം വേണ്ടത് ജിമ്മിൽ പോകുന്ന ആളുകളുടെ, ഞാൻ ഈ പറഞ്ഞ ആക്ടേഴ്സ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു ബോഡി എല്ലാവർക്കും വേണ്ടത്. ഇപ്പം റോക്ക് ഉണ്ടല്ലോ, ഡ്വൈൻ ജോൺസൺ, ഇപ്പം ആ ഒരു ബോഡിയൊക്കെ എല്ലാവർക്കും വേണ്ടത്. പക്ഷെ ജനറ്റിക്കലി നമുക്ക് വേണ്ടത് സത്യത്തിൽ ഒരു ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്. ഇതൊരു അൺനാച്ചുറൽ ആണ്. ഇത് സത്യത്തിൽ അൺനാച്ചുറൽ ആണ്. സത്യത്തിൽ നമ്മൾ ഈ റോക്കിന്റെ ബോഡി എന്നൊക്കെ പറഞ്ഞത് ഞാൻ നാച്ചുറൽ ആണോ അല്ല സ്റ്റെറോയിഡ് അടിച്ചിട്ടുണ്ടോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അത്രയും വലിയൊരു ബോഡി സത്യത്തിൽ അൺനാച്ചുറൽ ആണ്. കാരണം നമ്മൾ അത്രയും ഈ ഫുഡ് കഴിക്കുന്നത് ഹണ്ടർ ഗ്യാദർ സ്റ്റൈലിൽ ഒരിക്കലും നമ്മൾ ഈ കലോറി സർപ്ലസിൽ പോകത്തില്ല. അവർ മാക്സിമം മെയിൻറ്റെയിൻസ് കലോറിയിലേ പോകത്തുള്ളൂ. അപ്പോൾ ഈ കലോറി സർപ്ലസിൽ പോയാൽ നമുക്ക് വേണ്ട ഫുഡിനേക്കാളും കൂടുതൽ ഫുഡ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. കാരണം പണ്ട് ഭയങ്കര നമ്മൾ ഹണ്ടർ ഗ്യാദർ ലൈഫിൽ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്യുന്ന ആളുകൾ പോലും കലോറി സർപ്ലസ് കഴിക്കുന്നത് വളരെ റെയറാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഞാൻ ഈ നേരത്തെ കാണിച്ച പോലത്തെ ബ്രാഡ് പിറ്റിൻ്റെ പോലത്തെ ഒരു ബോഡി ടൈപ്പേ പറ്റത്തുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കലും ജിമ്മിൽ പോകുന്നവരെ മോശം പറയുകയല്ല. ഈ ജിമ്മിൽ പോകുന്ന ആളുകൾ 99% ആളുകളെക്കാളും ബെറ്ററാണ്. അതുപോലെ തന്നെ ഈ ആത്ലറ്റ്സും 99% ആളുകളെക്കാളും ബെറ്ററാണ്. പക്ഷെ ഞാൻ ഈ കണ്ടുവരുന്ന ഇവിടുത്തെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ നമ്മുടെ ഇവിടുത്തെ ആത്ലറ്റ്സ് ഒക്കെ നല്ല ബോഡിയൊക്കെ ആയിരിക്കും അവർ. പക്ഷേ ഇവർ ആത്ലറ്റ്സ് നിന്ന് അതിലൂടെ നല്ല ഗവൺമെൻറ് ജോബ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവർ അതിൻ്റെ പുറകെ നോക്കത്തില്ല. പിന്നെ 5 വർഷം കഴിഞ്ഞ് അവർക്ക് വയറും കാണും, അവർക്ക് അവർ ജോബിലായിരിക്കും അവർ സ്റ്റക്കായി പോകുന്നു. അപ്പം അതും ഒരു നല്ലൊരു കാര്യമല്ല. അതിനെ നല്ലതാണ് സത്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ജിമ്മിൽ പോകുന്ന ഒരാൾ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ രണ്ടും നല്ലതാണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ തോന്നുന്ന ബോഡി എപ്പോഴും ഒരു ഹണ്ടർ ഗ്യാദർ ബോഡികളായിരിക്കും. അപ്പം അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.